ഈസി കുക്ക് വിത്ത് അഞ്ജലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യമായിട്ട് നമുക്ക് ഈ ക്യാബേജ് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്യാൻ ഇതേപോലത്തെ ഗ്രേറ്ററിൻ്റെ ഈ ഒരു ഭാഗമില്ലേ, വലിയൊരു ഭാഗം, അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തരിതരി പോലെ നമുക്ക് കിട്ടുമേ. അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ആദ്യം എടുക്കാം കേട്ടോ. ഇനി ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി തേങ്ങ, പച്ചമുളക്, അതേപോലെ തന്നെ സവോള, വേപ്പിലയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കണം, കാരണം നമ്മളിതൊന്നും വാഷ് ചെയ്യുന്നില്ലല്ലോ. വാഷ് ചെയ്ത് അത് സ്ട്രെയിനറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിന് വെള്ളം പൊക്കോളും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിവിടെ തേങ്ങയായിട്ട് കൊടുക്കുന്നത്. ഇവിടെ 4 പച്ചമുളകാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സവോളയാണ്, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്ന സവോളയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വേപ്പില. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരുമ്മിയെടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ എല്ലാ ഫ്ലേവറും നമ്മുടെ ക്യാബേജ് തോരന് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഈ ക്യാബേജ് തോരൻ കിട്ടുന്നത് നമ്മളെ കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസൊക്കെ നടക്കുമ്പോൾ അതിൽ ഒരു ഡിഷായിട്ട് നമുക്ക് കിട്ടുന്ന ക്യാബേജ് തോരനില്ലേ, അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഇത് തിരുമ്മി മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ച് നമ്മൾ കുക്കിംഗ് ഓയിൽ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തേക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാനിവിടെ 2 ചെറിയുള്ളിയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. നമ്മൾ റിമൈനിങ് ആയിട്ട് സവോള ഉണ്ടെങ്കിൽ അത് ആയാലും മതി. ഓക്കെ, ഇനി ഇത് നല്ല രീതിയിൽ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച ക്യാബേജും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കടുകും നമ്മളുടെ ഉള്ളിയും എണ്ണയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് യോജിപ്പിച്ച് ഈ ക്യാബേജുമായിട്ടൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിച്ച് പോകും. അപ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്ന് ക്യാബേജ് പെട്ടെന്ന് വേകും. നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ തിരുമ്മിയൊക്കെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് വെന്ത് കിട്ടും ക്യാബേജ്. ഇനി വീണ്ടും ഒന്നും കൂടി അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് നോക്കുക. ഇപ്പം നമ്മുടെ ക്യാബേജ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് 15 മിനിറ്റ് നേരം അടച്ചു വെച്ച് നമുക്ക് അതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.